അപ്പം നമ്മോടൊപ്പം ഉള്ളത് ഷിഫ്നയാണ്. ഇപ്രാവശ്യം മലയാളത്തിൽ നെറ്റ് നേടിയിട്ടുള്ള ഐഫറൈറ്റ് ആണ്. കൺഗ്രാജുലേഷൻ ഷിഫ്ന. താങ്ക് യു സർ. JRF ക്ലബ്ബുകൾ തന്നെയായിരുന്നു ഞാൻ കൂടുതൽ ഇതാക്കുന്നത്. ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. പിന്നെ ഐഫർ എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയെടുത്തും തന്നെ വീണ്ടും തുടങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇപ്പം അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഐഫറിൽ ഇനിയും ജോയിൻ ചെയ്യാനാണ് ഞാൻ വീണ്ടും നിൽക്കുന്നത്. പഠിപ്പിക്കാൻ ഇപ്പം മിക്ക ടീച്ചേഴ്സിനും കഴിയുന്നുണ്ടാവും. പക്ഷെ അതിലുപരി ഒരു സപ്പോർട്ടീവായി നിൽക്കുക എന്നുള്ളൊരു ഇതൂടെ ഉണ്ട്. അത് നമുക്ക് ഐഫർ തരുന്നുണ്ട്. അപ്പം നമ്മോടൊപ്പം ഉള്ളത് ഷിഫ്നയാണ്. ഇപ്രാവശ്യം മലയാളത്തിൽ നെറ്റ് നേടിയിട്ടുള്ള ഐഫറൈറ്റ് ആണ്. കൺഗ്രാജുലേഷൻ ഷിഫ്ന. താങ്ക് യു സർ. ഓക്കെ, സോ അപ്പം ആദ്യം സന്തോഷം. ഓക്കെ, ഷിഫ്ന കഴിഞ്ഞ കുറച്ച് 2-3 തവണയായിട്ട് എക്സാം എഴുതുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വാട്ട് വാസ് എ ഫീലിംഗ് ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്ത സമയത്ത്? സന്തോഷമായിരുന്നു. ഞാൻ JRF ആയിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിലും നെറ്റിലെത്തിയപ്പോൾ പെട്ടെന്ന് ആദ്യം JRF ക്വാളിഫൈ ആയില്ല എന്നുള്ള സങ്കടം വന്നെങ്കിലും ഇത്രയും പഠിച്ച് നേടിയല്ലോ. കാരണം ഞാൻ 2-3 തവണ എഴുതിയതായിരുന്നു. പക്ഷെ ആദ്യത്തെ 2-3 തവണയും എക്സാം എക്സ്പീരിയൻസ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെ പഠിക്കണം. കാരണം ഇതുവരെ പഠിച്ച രീതിക്കല്ലല്ലോ എക്സാം വരുന്നത്. 1 വേർഡ് ടൈപ്പ്, ഇതുവരെ എസ്സേ ടൈപ്പ് നമ്മൾ സെം എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പോലെയല്ലല്ലോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് നടത്തി. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. സെൽഫായിട്ട് 2 തവണ പ്രിപ്പയർ ചെയ്തെഴുതി. പക്ഷെ അപ്പോഴും ചെറിയ കട്ട് ഓഫിനൊക്കെ ആയിട്ട് ക്വാളിഫൈ ചെയ്യാതായി. അങ്ങനെയാണ് ഏപ്രിലെത്തിയതിനു ശേഷം ഫസ്റ്റ് ഭയങ്കര പ്രിപ്പയർ ചെയ്ത് ഞാൻ പ്രൊജക്റ്റൊക്കെ മാറ്റി വെച്ചു. അതായത് PGയുടെ സെക്കൻഡ് ഇയറിലാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തത്. സെക്കൻഡ് ഇയറിൽ അറിയാലോ PGൻ്റെ ടൈമിൽ ആ ഒരു പ്രൊജക്റ്റും ബാക്കിയുള്ളതൊക്കെ വരുന്ന ആ ഒരു വെക്കേഷനിൽ ഞാൻ പ്രൊജക്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഭയങ്കര കോൺഫിഡൻസിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു. ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ വായിക്കാനൊക്കെ ഈസി ആയിരിക്കും. ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തത്. പക്ഷേ എക്സാം ക്യാൻസൽ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. രണ്ടാമത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാമിൻ്റെ ടൈമിലും സെം എക്സാം, പ്രൊജക്റ്റ്, വൈവ ആ ഒരു ടൈമിലൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ ആ ഒരു പ്രിപ്പറേഷൻ ഒന്നും പിന്നെ എനിക്ക് അത്ര ചെയ്യാൻ പറ്റിയിരുന്നില്ല. എക്സാമിൻ്റെ ഇടയിൽ പിന്നെ പഠിച്ചു. ക്യാൻസൽ ആക്കിയ ഒരു ടെൻഷനും വിഷമവും, ഇനിയിപ്പോൾ പഠിച്ചിട്ട് അതുപോലെ തന്നെ ആവില്ല എന്നുള്ളൊരിതിൽ അത്ര പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന് പോവില്ല. പക്ഷേ രണ്ടാമത്തെ ആ ഒരു എക്സാമിൽ PhD മാത്രം ക്വാളിഫൈ ആയപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഒരു തവണ ഞാൻ വിചാരിച്ച ആ ഒരു സ്വപ്നം എക്സാം ക്യാൻസൽ ആക്കിയപ്പോൾ അതാവുകയും ചെയ്തു. രണ്ടാമത്തേന് എനിക്ക് അത്ര ചെയ്യാനും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇനി ഡിസംബറത്തെ ആ ഒരു എക്സാം ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ എക്സാം ടൈം ആണെങ്കിൽ പെട്ടെന്ന് വന്നു. ആ ഒരു ഡേറ്റ് വന്നപ്പോൾ കറക്റ്റ് സാറ് പറഞ്ഞ പോലെ 40 ദിവസമായിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ജനുവരിയിൽ എക്സാം സ്റ്റാർട്ട് ആവും. ഈ ഒരു ദിവസത്തിനുള്ളിൽ പറ്റുമോ, ഇനിയിപ്പോൾ പഠിക്കണോ അതോ ജൂണിലേക്ക് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളതിലാണ് റിഫ്ലക്ഷൻ പ്രോഗ്രാമിന് സാറ് വിളിച്ചത്. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും വീണ്ടും പറഞ്ഞാൽ ഡിസംബറത്തെ നെറ്റ് എനിക്ക് എന്തായാലും ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം വന്നത്. ഞാൻ ഇനി ഇത് നടക്കില്ല, വേറെ എന്തെങ്കിലും ജോബ് നോക്കണം എന്നൊക്കെ വിചാരിച്ചു. കാരണം ആ ഒരു എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര വിഷമത്തിൽ തന്നെയായിരുന്നു ആ ഒരു എക്സാം റിസൾട്ടിൽ. പക്ഷെ അവിടുന്ന് ഇതുപോലെ തന്നെ ഒരുപാട് പേരെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഓരോരുത്തർ പല തവണ എഴുതിയിട്ടാണ് ഇങ്ങനെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും പഠിച്ചത് എനിക്ക് വൈകിട്ടൊന്നുമില്ലല്ലോ. PG കഴിഞ്ഞ കറക്റ്റ് ടൈമാണ്. ആ ഒരു ഇതിലാണ് ഡിസംബറത്തേക്ക് ആ ഒരു 40 ദിവസം സാറിൻ്റെ കൂടെ തന്നെ പറഞ്ഞ പോലെ ആ ഒരു ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കോഴ്സൊക്കെ ആ ഒരു കവർ ചെയ്തുകൊണ്ട് അങ്ങനെ പഠിച്ചു. അതേപോലെ JRF ക്ലബ്ബ് മിസ്സാവരുത് വിചാരിച്ചിട്ട് പുലരുന്നവരെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ പഠിക്കും. രാവിലെ JRF ക്ലബ്ബ് കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ ആക്കി അങ്ങനെയായിരുന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് ഭയങ്കര ഓക്കെ ആയി. കാരണം ഇനിയിപ്പോൾ PhDക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാലോ എന്നുള്ളൊരു ഇതിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, വളരെ ഹാപ്പി. പേപ്പർ ടു മലയാളം ബീങ് എ ലിറ്ററേച്ചർ, അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞാൽ ഞാൻ JRF ക്വാളിഫൈഡ് ആയ 1-2 പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സ് അവർ എനിക്ക് വോയിസ് ഒക്കെ വിട്ടുതന്നിട്ടുണ്ടായിരുന്നു. അതായത് റെഫറൻസ് ചെയ്യേണ്ട ബുക്കും കാര്യങ്ങളൊക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള സാഹിത്യ ചരിത്രം, അങ്ങനത്തെ ഗൈഡിലേക്കാൾ ഇങ്ങനത്തെ എന്താ പറയുക നമുക്ക് റെഫർ ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഞാൻ ലൈബ്രറി പോയി PGക്ക് പഠിക്കുമ്പോൾ തന്നെ ലൈബ്രറി പോയിട്ട് ഇന്ന് റെഫറൻസ് ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഐഫറിന് ഷെയർ ചെയ്ത കുറേ നോട്ട്സും കാര്യങ്ങളും, അതുപോലെ തന്നെ JRF ക്ലബ്ബും കാര്യങ്ങളൊക്കെ അതിന്നൊക്കെ നോട്ട് കൃത്യമായിട്ട് എടുത്തു. പിന്നെ കുറേ പ്രിൻ്റ് ഔട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലൊക്കെ 1 വേർഡായിട്ട് കറക്റ്റ് കാര്യങ്ങൾ പറയുന്നത് പോയിൻ്റായിട്ട്. നമ്മളൊരു ഗൈഡിലാന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ബുക്കൊക്കെ ആകുമ്പോൾ നമുക്കത് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടേതായിട്ട് പഠിക്കാനും കഴിയും. പിന്നെ നമ്മളുടേതായിട്ട് കുറേ കോഡുകളും മറ്റുമൊക്കെ ഉണ്ടാക്കി വെക്കാനും കഴിയുമായിരുന്നു. ഞാൻ അങ്ങനെ സാഹിത്യ ചരിത്രം അങ്ങനത്തെ കുറച്ച് റെഫറൻസ് ബുക്കുകളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പേപ്പർ 2 പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പേപ്പർ 1 പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? പേപ്പർ 1 ഞാൻ ഐഫർത്തെ നോട്ട്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേപ്പർ 1 എനിക്ക് അല്ലാണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല. എനിക്ക് വലിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഗൂഗിളിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറവായിരുന്നു. ഞാൻ സെൽഫായിട്ട് പഠിച്ചിരുന്ന ടൈമിലൊക്കെ പേപ്പർ 2 മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെ പേപ്പർ 1 ഇത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് കോച്ചിങ്ങിന് വന്നതും. അത് പിന്നെ ഐഫർത്തെ ആ ഒരു ക്ലാസ്സും JRF ക്ലബ്ബുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, കാരണം മലയാളം ആയതുകൊണ്ട് തന്നെ ഈ
എനിക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഹയർ എഡ്യൂക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിൽ ഒരുപാട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിട്ടുണ്ടായിരുന്നൊരിത്. അത് ഞാൻ പിന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും പിന്നെ ഇതുപോലെ ഗ്രൂപ്പിൽ കുറേ പേരെടുത്ത് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത കറക്റ്റ് പോയിന്റ്സും കാര്യങ്ങളും കാര്യങ്ങൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അന്ന് പഠിക്കാനുള്ളതും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ മോഡൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളത് ആപ്പിലുള്ളത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു? PYQ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം PYQ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ പോലും അതിൽ ഞാൻ PYQ ചെയ്യും ആദ്യം. കാരണം ഞാനിത് പഠിച്ചു കഴിഞ്ഞാലും എനിക്കത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് PYQ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ കണ്ടന്റ് പഠിച്ചിട്ട് കാര്യമല്ലല്ലോ, നമുക്കത് അപ്ലൈ ചെയ്യാൻ കഴിയണം. എക്സാമിൽ അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ടെന്ന്. സെൽഫ് സ്റ്റഡി നടത്തിയപ്പോൾ പോലും കാര്യങ്ങൾ അറിയാം, പക്ഷേ എക്സാമിന് ഇനിയിപ്പോൾ എനിക്കത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അവിടെ എത്തുമ്പോൾ ഭയങ്കര ടെൻഷൻ. അപ്പോൾ ആ ഒരു എക്സാം ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും PYQ ചെയ്ത് തന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്തതിൽ ഇനി എവിടെയൊക്കെ എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നതെന്നൊക്കെ നോക്കിയിട്ട് PYQ ആണ് മെയിനായിട്ട് പഠിച്ചത്. അതിൽ നിന്ന് ആൻസേഴ്സും എക്സ്പ്ലനേഷനും പിന്നെ കണ്ടന്റും അങ്ങനെ പഠിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഷിഫ്റ്റിന് ഇന്നിപ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റിലും കമ്പറ്റിറ്റീവ് പരമായിട്ട് ഇന്ത്യയിൽ എത്താവുന്ന ഒരു സബ്ജക്റ്റിൽ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മലയാളം ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൊരു പൊസിഷൻ ആണത്. അപ്പോൾ ഷിഫ്നയുടെ ഒരു അക്കാഡമിക് ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം പറയേണ്ടതുണ്ട് എന്ന് ഷിഫ്നക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഷിഫ്നയുടെ വിജയത്തിന് പിന്നിലുള്ള ആളുകൾ, ടീച്ചർമാർ, അങ്ങനെ ആരെങ്കിലും ഈഫർ പറയണം എന്നല്ല കേട്ടോ, അത് വേറെ പറയാം. അതല്ലാതെ ജനറലി എന്നുള്ളൊരു ആസ്പെക്ട്, നിങ്ങളെ പിന്നിലുള്ള വലിയ സപ്പോർട്ട് സിസ്റ്റംസ് ആരായിരുന്നു, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാരായിരുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആരായിരുന്നു വിജയത്തിന് പിന്നിൽ നിങ്ങൾക്ക് പറയാനുള്ള? ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അവർ തന്ന സപ്പോർട്ടാണ്, അവർ പഠിക്കാനും ഇതിനൊക്കെയുള്ള ടൈമും അവർ തന്ന സപ്പോർട്ടും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ ഐഫറാണ് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്. നമുക്ക് ഈ ഒരു സ്വപ്നം എനിക്ക് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡിഗ്രിത്തെ ടീച്ചേഴ്സ് ആയിരുന്നു എനിക്ക് ഈ ഒരു സ്വപ്നം, ഈ ഒരു ലെക്ചറിങ് നെറ്റ് നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തേക്ക് എന്നെ എത്തിച്ചത്. ആ ഒരു ഡിഗ്രി ലൈഫ് തന്നെയാണ് എന്നെ ഇവിടെ ഒരു സ്വപ്നത്തേക്ക് എത്തിക്കാൻ കാരണം. പിന്നെ സപ്പോർട്ടീവായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. എനിക്ക് എടുത്ത് പേര് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്. ആരുടെങ്കിലും പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അത് അവർക്കൊരു വിഷമാവില്ല എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐഫർ, ഞാൻ ഒരിക്കൽ ഈ ഒരു സ്വപ്നം എനിക്ക് നടക്കില്ല വിചാരിച്ച് നിർത്തി കൊടുത്തുനിന്ന് ഐഫർ തന്നെയാണ് എന്നെ കൂടെ നിർത്തിയിട്ടുള്ളത്. ആ ഒരു റിഫ്ലക്ഷൻ പ്രോഗ്രാം ഞാൻ എപ്പോഴും പറയും, തോറ്റവർക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നത് അവിടുന്ന് ആയിരിക്കും. ഞാൻ വീണ്ടും ഒരു ഡിസംബർ 8 പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം, എനിക്ക് വാങ്ങണം എന്നുള്ളൊരു വാശി തോന്നിയതും ഒക്കെ നിർത്താൻ തോന്നിയിടത്തുനിന്ന് ഐഫറിന്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് എത്തിയത്. ഓക്കെ. അപ്പം അതായത് മുമ്പ് ഒരു ക്വാളിഫൈ ചെയ്യാത്തൊരു എക്സാമിൽ നിന്ന് നമുക്ക് പ്രതീക്ഷ റിസൾട്ട് കിട്ടാത്തതിൽ നിന്ന് നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയി പഠിക്കുന്നു വരുന്നു. അപ്പോൾ ഇതിലിപ്പം ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിലൊന്നാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് ഈ കൺസിസ്റ്റൻസി ഉണ്ടാക്കുക എന്നാണ് അധികം ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ജയിച്ച ഷിഫ്നയുടെ ടേക്ക് എന്താ? അത് നമുക്ക് നമ്മുടെ സ്വപ്നം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. നമുക്കത് വേണമെന്ന് വാശി തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ചിലപ്പോൾ ശരിയാണ്, ഇപ്പം ഞാനൊരു സമയത്ത് എനിക്കത് നടക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ളവരിലേക്ക് ഇതുപോലെ തന്നെ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. ഇത്രേ ആയില്ലേ, ഇനി എന്തിനാ ശ്രമിക്കുന്നത്, വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ, ഇനിയും വീട്ടുകാരെങ്ങനെ ബുദ്ധിമുട്ടിക്കണോ, എത്രയാന്ന് പഠിച്ചിരിക്കാൻ തോന്നും. പക്ഷെ അതിനിടയിൽ നമ്മളോട് പറയുന്നതുണ്ടാവും, നമ്മുടെ സ്വപ്നം നമ്മുടെ മാത്രം സ്വപ്നമാണ്, അത് നമുക്ക് വേറെ ആരും അതിന് സപ്പോർട്ട്, നമ്മൾ തന്നെ അതിന് വേണ്ടി വിശ്വസിക്കുക. അപ്പൊ തോൽക്കുന്നത് നമുക്കൊരു പാഠാ തരുന്നത്, എങ്ങനെയൊക്കെ ഇനി നമുക്ക് ശരിയാക്കാന്നുള്ളത്. ഓരോ തോൽവിയിലും പഠിക്കാൻ ഓരോ പാഠങ്ങളുണ്ട്. കാരണം നമുക്കിപ്പോൾ എനിക്ക് അറിയാം, ഞാൻ മുന്നേ തോൽക്കാൻ കാരണം തന്നെ പ്രിപ്പറേഷൻ ചിലതിൽ ശരിയായിട്ടുണ്ടായിരുന്നില്ല, ചിലതിൽ പറഞ്ഞാൽ എക്സാം ടെൻഷൻ. എനിക്കറിയുന്നത് പോലും ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കറിയാം എൻ്റെ ഉത്തരം ഇതായിരുന്നു, പക്ഷെ ഞാൻ ആ കറക്റ്റ് ഹോളിൽ നിന്ന് കൃത്യം തെറ്റിച്ച് പോകുന്ന കുറേ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻസിനെ മറികടക്കുക, നമുക്ക് ഓരോ എക്സാം തെറ്റും നമ്മളതിനെ മനസ്സിലാക്കുക. കാരണം നമ്മളെ മനസ്സിലാക്കാൻ വേറൊരാൾക്കും കഴിയില്ല എവിടെയാണ് തെറ്റുന്നത്, എങ്ങനെയാണ്. ആ ഓരോ തെറ്റുകളും അല്ലെങ്കിൽ ഓരോ തോൽവികളും നമ്മൾ ഓരോ പാഠങ്ങളാക്കുക. ഓരോ തോൽവികളും വിജയത്തിലേക്കുള്ള ഒരു പടിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്കും പറയില്ല. നെറ്റിലേക്ക് എത്താൻ ഇതിൻ്റെ 6ാമത്തെ ഒരു ട്രൈ ആണ്, പക്ഷെ അതിലേക്ക് എത്തിയതൊക്കെ ഈ ഒരു തോൽവിയിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ്. വീണ്ടും മുന്നോട്ട് കയറാനുള്ള ഒരു വാശി നമുക്ക് എപ്പോഴും ഉണ്ടാവുക, നമ്മുടെ സ്വപ്നം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ. അപ്പം ഷിഫ്നയുടെ ഈ പ്രിപ്പറേഷൻ ഇപ്പം ഐഫർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അതുപോലെ തന്നെ ഐഫറിൽ ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട് എല്ലാ ഫീച്ചേഴ്സും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത്. അപ്പോൾ ഓവറോൾ എത്രത്തോളം അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അതിൽ ഷിഫ്നയ്ക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഫീച്ചേഴ്സ് ഉണ്ടാവും?
ഞാൻ ഏറ്റവും കൂടുതൽ JRF ക്ലബ്ബുകൾ തന്നെയായിരുന്നു ഞാൻ കൂടുതൽ ഇതാക്കുന്നത്. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, നമുക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എപ്പോഴും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. പക്ഷേ ചില ഡൗട്ടുകൾ നമുക്ക് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. എനിക്ക് പേപ്പർ 1 അങ്ങനത്തെ ചില ഇഷ്യൂസ് വരാറുണ്ട്. ഇതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ചില ഡൗട്ടുകൾ എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, റെക്കോർഡഡ് ക്ലാസ്സുകളെ വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അതിൽ ഇന്ന കാര്യങ്ങൾ ഇവർ പറയുന്നത്. പക്ഷേ ഓരോന്നിലും എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഞാൻ ഈ മലയാളത്തിലായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് ആ ഒരു ടച്ച് കിട്ടും. പിന്നെ റിസർച്ച് നമ്മൾ ഇതുവരെ പഠിക്കുന്ന ഒരു ടോപ്പിക്കും അല്ലല്ലോ, ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. PYQ ആയിരുന്നു എനിക്ക് മെയിനായിട്ട് ഉപകാരം ഉണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു ടെൻഷൻ കുറയും. പിന്നെ കുറേ എക്സ്പ്ലനേഷൻ, കൃത്യമായിട്ടുള്ള ആൻസേഴ്സ്, ഏതൊക്കെ ഏതിൻ്റെയാണ് വരുന്നത്. പിന്നെ ഒരു ഓപ്ഷൻസ്, നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസ് 4 ഓപ്ഷനിൽ സാറ് പറഞ്ഞ ആ ഒരു മെത്തേഡാണ് ഞാൻ നോക്കിയില്ല. ഈ ഓപ്ഷൻസ് എന്തുകൊണ്ട് ഇവിടെ വരാൻ കാരണമായി, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടായിരുന്നു. പിന്നെ എയ്ഫർ എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയോടത്തും തന്നെ വീണ്ടും തുടങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ അനീസാറിൻ്റെ ക്ലാസ് ആണെങ്കിൽ പോലും അവിടുന്ന് ആ റിഫ്ലക്ഷൻ പ്രോഗ്രാമിൽ കൂടി ഒരുപാട് പേരാണെങ്കിൽ, പിന്നെ ഇതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ എത്തിയത്. അപ്പോൾ ചിലരുടെ അനുഭവങ്ങൾ നോക്കുമ്പോൾ ശരി, എനിക്ക് പഠിക്കാനുള്ള കഷ്ടപ്പാടേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പഠിക്കുക എന്നുള്ളതല്ലേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റും, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കുന്നതിന് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഈ എയ്ഫറിൻ്റെ സർവീസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർവീസുകൾ എത്രത്തോളം വേർത്ത് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഫീ ഭയങ്കര കൂടുതലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം മിഡിൽ ക്ലാസ്സിലുള്ള ഓരോരുത്തർക്കും ബുദ്ധിമുട്ടറിയാലോ. പക്ഷേ ഞാൻ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ പലരും അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എൻ്റെ അടുത്ത് പറയും ഫീ ഇത്ര വരുന്നില്ലേ. പക്ഷേ ഞാൻ പറയും, നിങ്ങളതിൽ ജോയിൻ ചെയ്ത ക്ലാസ്സുകളും അവരുടെ മെറ്റീരിയൽസും അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീ കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല, ഞാൻ കൊടുത്തത് എനിക്ക് നഷ്ടമായെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനിയും ഞാൻ ആ എയ്ഫറിൽ ഇനിയും ജോയിൻ ചെയ്യാനാണ് ഞാൻ വീണ്ടും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ കൂടെ തന്നെ ഒരു സപ്പോർട്ടീവായിട്ട് പഠിപ്പിക്കുക എന്നതിലുപരി ഓരോ കുട്ടികൾക്കും പഠിപ്പിക്കാൻ ഇപ്പോൾ മിക്ക ടീച്ചേഴ്സിനും കഴിയുന്നുണ്ടാവും. പക്ഷേ അതിലുപരി ഒരു സപ്പോർട്ടീവായി നിൽക്കുക എന്നുള്ളൊരു ഇതൂടെ ഉണ്ട്, അത് നമുക്ക് എയ്ഫർ തരുന്നുണ്ട്. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും പഠിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇനി ഒരു ക്ലാസ്സിലാണ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഏത് സമയത്ത് നമുക്ക് ചോദിച്ചാലും ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ മെൻ്റെ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ മിത്രമാരുടെ സപ്പോർട്ട് ഒരുപാടുണ്ട്. ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സന്തോഷം. അവസാനമായിട്ട് ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പം ഈ എക്സാം ഹൈലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാവുന്ന പോലെ 6% ആളുകൾ മാത്രമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ 6% തന്നെ എന്ന് പറയുമ്പം ഒരുപാട് തവണ മൾട്ടിപ്പിൾ തവണ അറ്റംപ്റ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പം ഓരോരോ ആളുകളോട് ഞാൻ ചോദിക്കുമ്പോൾ അവരുടെ സിറ്റുവേഷനായിട്ട് സിമിലർ ആയിട്ടുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയാം, മൾട്ടിപ്പിൾ ടൈം അറ്റംപ്റ്റ് ചെയ്യുകയും ക്വാളിഫൈ ചെയ്യാതിരിക്കുകയും ഇനി ഞാൻ മുന്നോട്ട് പോവേണ്ടതുണ്ടോ, എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ ഹോപ്പ്ഫുള്ളി ഇൻ്റർവ്യൂ കാണാൻ പോകുന്നുണ്ട്. അവസാനമായിട്ട് അവരോടും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാം? അവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനും ആ ഒരു സെറ്റ് ഓഫ് ആളുകൾ ഉണ്ടായിരുന്നതാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസലാക്കിയ എക്സാമിൽ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് പോലും എനിക്ക് ഞാൻ ആ ഒരു ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇനി എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ചെടുത്തുനിന്നാണ് ഞാനിപ്പോൾ ഈ നെറ്റ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അത് നല്ല മാർക്കോടെ എനിക്ക് ക്വാളിഫൈ ആകുമ്പോൾ എപ്പോഴും നല്ല മാർക്കോടെ ആ ഒരു കട്ട് ഓഫിൽ നിൽക്കുന്നതിനേക്കാൾ അതിലേറെ മുമ്പ്. കാരണം നമ്മളൊരു കട്ട് ഓഫിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പറയാൻ ആൾക്കാരുണ്ട് അതൊരു ഭാഗ്യം കൊണ്ടാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും പലരും പറയും ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. പക്ഷെ എനിക്കെപ്പോഴും അതിലേറെ കുറച്ച് മാർക്ക് കൂടുതൽ വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് ഒന്നും ആവില്ല, അല്ലെങ്കിൽ എനിക്കിനി കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. പക്ഷെ നമ്മൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവിടെ എത്തും. ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അതൊന്നും നമുക്കൊരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് നമ്മൾ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ഇത് നമ്മളെത്തും അവിടെ. ഓക്കെ, വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ.